ചർച്ച അലസിപ്പിരിഞ്ഞതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അപ്രതീക്ഷിത നീക്കങ്ങളാണ് ആശാ വർക്കേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. നേരത്തെ റോഡിൽ കിടന്ന് ആശമാർ പ്രതിഷേധിച്ചു. സമരപ്പന്തൽ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ചില പ്രതികരണങ്ങളിലേക്ക് ആദ്യം. കമ്മീഷൻ വേണ്ട, ഞങ്ങൾ ജോലി ചെയ്യുന്നതിന്റെ കൂലിയാ ചോദിക്കുന്നത്. ഞങ്ങൾ ആരെ പിടിച്ചു പറിക്കാനോ മോഷ്ടിക്കാനോ പോയിട്ടല്ല ഞങ്ങൾ ഇവിടെ സമരത്തിന് വന്നത്. ഞങ്ങളെ വിയർപ്പും പച്ചവെള്ളമാക്കി ജോലി ചെയ്യുന്നവരാണ് ആശാ വർക്കർ. ഇന്നും ഞാൻ ഒരു പുരുഷൻ ട്യൂബിടാൻ പോയിട്ടാണ് ഇവിടെ ഈ സമരത്തിന് വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കമ്മീഷൻ വെക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ ഈ സമരത്തിന് ഒരു പടി പോലും പിന്നോട്ട് പോകില്ല. ഈ സമരം എത്ര ശക്തമായാലും ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ എന്തെന്ന് പറ്റിക്കുന്ന ഞങ്ങൾ ഈ സമരം ഒരു കാരണവശാലും ഞങ്ങൾ പിന്മാറുകയില്ല. മുന്നോട്ട് തന്നെ ശക്തമായി ഈ കാണുന്നതിന് അപ്പുറം ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, മൂന്നാം ഘട്ട ചർച്ചയും സമവായത്തിലെത്താൻ കഴിയാതെ പിരിഞ്ഞിരിക്കുന്നു. ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കാം, 3 മാസത്തിനകം അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ എന്ന കാര്യമൊക്കെ സർക്കാർ മുന്നോട്ട് വെച്ചെങ്കിലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല സമരക്കാർ. 3000 രൂപയെങ്കിലും പെട്ടെന്ന് കൂട്ടുകയും പിന്നീട് ആ കമ്മീഷൻ വേണമെങ്കിൽ ആവാം എന്ന നിലപാടാണ് സമരക്കാർ സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. ഇനി നാളെ ചർച്ചയ്ക്കുള്ള സാധ്യത എത്രത്തോളമുണ്ട് സലീം? രഞ്ജിത്ത്, മന്ത്രിയുടെ ഭാഗത്തു നിന്ന് നാളെ ചർച്ചയ്ക്കൊരു തീരുമാനം വന്നാൽ, ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ആശാ വർക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന്, ഇവിടെ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിൻ്റെ സമരസംഘടനയുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ചർച്ചയ്ക്ക് പോകാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അവരുടെ ഡിമാൻഡുകൾ സർക്കാർ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ അംഗീകരിക്കാൻ കഴിയില്ല. അതിന് പകരം ഏതെങ്കിലും നിലയിൽ ഓണറേറിയം വർധനവില്ലാതെ ഒരു തരത്തിലുള്ള സമവായത്തിലേക്കും തയ്യാറല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് തന്നെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട 21,000 എന്നവരുടെ ഡിമാൻഡിൽ നിന്ന് അവർ പിറകിലേക്ക് പോയി. ഈ തൽക്കാലം ഈ കമ്മീഷനെ വെക്കുകയാണെങ്കിൽ അങ്ങനെ വെച്ചുകൊള്ളൂ, അപ്പോൾ ഒരു 3000 രൂപയെങ്കിലും താൽക്കാലികമായി ഓണറേറിയം വർദ്ധിപ്പിച്ചതിന് ശേഷം കമ്മീഷനെ വെക്കുക, അതിനുശേഷം തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക എന്ന നിലയിലേക്ക് അവർ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ പോലും അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ചർച്ചയുണ്ടായാലും അതിൽ പങ്കെടുക്കും. പക്ഷേ ഇവർ സ്വീകരിക്കുന്ന നിലപാടിൽ നിന്നൊട്ടും വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഈ സമയത്തും ഈ 9 മണിയോട് അടുക്കുന്ന സമയത്തും ഇവിടെ ഈ ആശാ സമരപ്പന്തലിൽ നിരവധി ആശാ വർക്കേഴ്സ് ഉണ്ട്. സാധാരണഗതിയിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് ഈ സമയത്ത് ഇവിടെ കാണുന്നത്. പക്ഷേ ഇന്ന് അല്പസമയം മുൻപ് വരെ ഈ റോഡിൽ കിടന്നുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു. ഈ സമരം ഒരു സമവായത്തിലെത്താതെ പിരിഞ്ഞു എന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ സമര നേതാക്കൾ ഈ സമരപ്പന്തലിലെത്തി ഇക്കാര്യം ഇവരെ അറിയിക്കുകയായിരുന്നു. ഇവരെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ അവർ രൂക്ഷമായ മുദ്രാവാക്യം വിളികളോടുകൂടി, ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തത്. അതിന് പിന്നാലെ വളരെ അപ്രതീക്ഷിതമായി ആശാ വർക്കേഴ്സ് റോഡ് ഉപരോധത്തിലേക്ക് കടക്കുകയായിരുന്നു. 2 വശത്തെയും റോഡുകൾക്ക് നടുവിൽ കിടന്നുകൊണ്ട് നഗരത്തിൽ ഏറെ നേരം ഗതാഗതക്കുരുക്കുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരുന്നു. വലിയ സമരം ആ നിലയിൽ മണിക്കൂറുകളോളം ആ സമരം നീണ്ടു നിൽക്കുകയും ചെയ്തു. ഏകദേശം 1.5 മണിക്കൂറിനടുത്ത് ഈ റോഡ് ഉപരോധം തുടർന്നതിന് ശേഷം അല്പസമയം മുൻപ് മാത്രമാണ് ആശാ വർക്കേഴ്സ് റോഡിന് മുൻപിൽ നിന്ന് മാറിയത്. നാളെ മുതലും ഈ സമരം കൂടുതൽ കടുപ്പിക്കുക എന്നുള്ളതിലേക്കാണ് അവർ നീങ്ങുന്നത്. കാരണം ഈ അനുകൂലമായ തീരുമാനം